ജോൺ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കോൺക്രീറ്റ് ടെക്നോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ഈ സബ്ജക്റ്റിൽ 4 മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. ആസ് എ സിവിൽ എഞ്ചിനീയർ എല്ലാവരും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ടെക്നോളജി. ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെ പോവുകയാണെങ്കിലും, അതായത് ഹയർ സ്റ്റഡീസിനായിക്കോട്ടെ, ഇനി നിങ്ങൾ ജോബിന് സൈറ്റിലോ അങ്ങനെ എവിടെ പോവുകയാണെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കോൺക്രീറ്റ് ടെക്നോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 4 മൊഡ്യൂൾസാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് എന്ന ടോപ്പിക്കാണ്. ഈ മൊഡ്യൂൾസിൽ നമ്മൾ കോൺക്രീറ്റിൽ അടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സിമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സിമെൻറ്റിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും അതിന് സിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സിമെൻറ്റിന് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അനദർ ഇൻഗ്രീഡിയൻ്റ് ആയ അഗ്രിഗേറ്റ്സ്, ദെൻ നമ്മൾ ഫെർദർ അതിൻ്റെ ഫങ്ഷൻസും ക്ലാസിഫിക്കേഷനും പിന്നെ അഗ്രിഗേറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ അനദർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഓഫ് ദി കോൺക്രീറ്റ് എന്ന് പറയുന്ന അഡിറ്റീവ് ആൻഡ് അഡ്മിസ്റ്റേഴ്സ് ആണ്. ദെൻ നമ്മൾ കെമിക്കൽ ആൻഡ് മിനറൽ അഡ്മിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്കുള്ളത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻഗ്രീഡിയൻസ് ഫീൽഡ് ടെസ്റ്റ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഫീൽഡ് ടെസ്റ്റസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് ആൻഡ് മിക്സ് ഡിസൈൻ എന്നുള്ളതാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫോർത്ത് മൊഡ്യൂൾ പറയുമ്പോൾ സ്പെഷ്യൽ കോൺക്രീറ്റ് ആൻഡ് ഡിഫെക്ട്സ് ഇൻ കോൺക്രീറ്റ് എന്നതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ കോൺക്രീറ്റിംഗ് അണ്ടർ സ്പെഷ്യൽ കണ്ടീഷനിലൊക്കെ നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റിംഗ്, അതായത് അണ്ടർ വാട്ടർ കോൺക്രീറ്റ്, അണ്ടർഗ്രൗണ്ട് കോൺക്രീറ്റ്, അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് ഇൻ ഹോട്ട് ആൻഡ് കോൾഡ് ഏരിയാസ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോമൺ ഡിഫെക്ട്സ് ഇൻ കോൺക്രീറ്റ് ആണ്. അതായത് കോൺക്രീറ്റിലുള്ള ഡിഫെക്ട്സ് ലൈക്ക് പെർമിയബിലിറ്റി, ഫ്രീസിങ് ആൻഡ് തോയിങ്, സൾഫർ അറ്റാക്ക്, കാർബണേഷൻ, അങ്ങനെ തുടങ്ങിയ ഡിഫെക്ട്സുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഇൻ കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിൽ ബേസിക്കായിട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, അതായത് ഏതൊക്കെ കണ്ടൻസ് കൂട്ടിച്ചേർന്നാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? സിമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ്സ് ഉണ്ട്. അഗ്രിഗേറ്റ്സ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോസ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും. ദെൻ നമ്മുടെ അനദർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത്തിലൊക്കെ വേരിയേഷൻ വരാൻ വേണ്ടി അഡ്മിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 4 ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്: സിമെൻറ്റ്, കോസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ ആൻഡ് അഡ്മിസ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സിമെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിമെൻ്റ് ആണ് കോൺക്രീറ്റിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ളത് ഈ 4 ഇൻഗ്രീഡിയൻറ്റിലും ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ളത് ഏതിന് മാത്രമാണ്? സിമെൻറ്റിന് മാത്രമാണ്. അപ്പോൾ ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അനദർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോസ് അഗ്രിഗേറ്റ്സ് ആണ്. കോസ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ക്രഷ്ഡ് സ്റ്റോൺ, ഗ്രാവൽസൊക്കെയാണ് കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ് അഗ്രിഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി നമ്മൾ കോസ് അഗ്രിഗേറ്റിനെ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഫോംസ് എ ബോഡി ടു കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ബോഡി ഫോം ചെയ്യാനും കൂടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോസ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമെൻറ്റ് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നു. കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾവേസ് ഇറ്റ്സ് പ്രൊവൈഡ്സ് എ ബോഡി ടു ദ കോൺക്രീറ്റ്. ആൻഡ് ദ അനദർ ഇൻഗ്രീഡിയൻസ് ഈസ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റ് എക്സാമ്പിൾ ഈസ് സാൻഡ്. അപ്പോൾ സാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു ഫിൽ ദ പോസ് ഇൻ ദ കോൺക്രീറ്റ്, അതായത് വോയിഡ്സ്, ടു ഫിൽ ദ വോയിഡ്സ്. അതായത് നമ്മൾ സിമെൻറ്റും കോസ് അഗ്രിഗേറ്റും യൂസ് ചെയ്തില്ലേ, അപ്പോൾ അവിടെ ധാരാളം വോയിഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ബാക്കി വരുന്ന വോയിഡ്സിനെ അല്ലെങ്കിൽ പോസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഫില്ലർ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിനെ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ കോസ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഫിൽ ദ വോയിസ് ബിറ്റ്വീൻ ദ സിമെൻറ്റ് ആൻഡ് ദി കോസ് അഗ്രിഗേറ്റ്. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതായത് ഇതൊക്കെ ഡ്രൈ മിക്സ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? സിമെൻറ്റും കോസ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ഒക്കെ ഡ്രൈ മിക്സ് ആണ് ചെയ്യുന്നത്. അതായത് വെള്ളം ചേർക്കാൻ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ വാട്ടർ അതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ഓഫ് ദി സിമെൻ്റ് ആണ്. അതായത് വാട്ടറും സിമെൻറ്റും കൂടി ചേരുമ്പോൾ അവിടെ ഹൈഡ്രേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ ഈസ് ഹൈഡ്രേഷൻ ഓഫ് ദി സിമെൻറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ മിക്സിങ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ പറഞ്ഞു ആദ്യം ഡ്രൈ മിക്സ് ആണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡ്രൈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്താലേ അതിലുള്ള ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് നല്ലോണം മിക്സ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ അതിനും കൂടിയാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. വാട്ടർ ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ഓഫ് ദി സിമെൻ്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് അഡ്മിസ്റ്റേഴ്സ് ആൻഡ് റിട്ടാർഡേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിസ്റ്റേഴ്സ് നമ്മൾ കോമൺലി ആഡ് ചെയ്യുന്നത് എന്താണ്? അതായത് ഇപ്പോൾ നിലവിലുള്ള കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്മിസ്റ്റേഴ്സ് കോൺക്രീറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിലെ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? സിമെൻ്റ് ആണ്. ബൈൻഡിങ് പ്രോപ്പർട്ടി ഈ കോൺക്രീറ്റിലുള്ളതിൽ വെച്ച് സിമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ സിമെൻറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സിമെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ക്രഷിംഗ് ഓഫ് ക്ലിങ്കേഴ്സ് ഫോംഡ് ബൈ ബേണിംഗ് ഡിസൈർഡ് പ്രൊപ്പോർഷൻ ഓഫ് കാൽക്കേരിയസ് മെറ്റീരിയൽ ലൈക്ക് ക്ലേ, that is alumina silicate, and argillaceous material like limestone, that is calcium carbonate. അപ്പോൾ സിമെൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കാൽക്കേരിയസ് മെറ്റീരിയൽസും അതുപോലെ അർജിലേഷ്യസ് മെറ്റീരിയൽസും തമ്മിൽ ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ഒരു കിന്നിലാണ് നമ്മൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് കിന്നിൽ വെച്ചിട്ട് കാൽക്കേരിയസ് മെറ്റീരിയലും അതുപോലെ തന്നെ അർജിലേഷ്യസ് മെറ്റീരിയലും ബേൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത്? ക്ലിങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലിങ്കർ ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സിമെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ക്രഷിംഗ് ഓഫ് ക്ലിങ്കേഴ്സ് വിച്ച് ഈസ് ഫോംഡ് ബൈ ബേണിംഗ് ഓഫ് കാൽക്കേരിയസ് മെറ്റീരിയൽസ് ആൻഡ് അർജിലേഷ്യസ് മെറ്റീരിയൽ. അപ്പോൾ അർജിലേഷ്യസ് മെറ്റീരിയലും കാൽക്കേരിയസ് മെറ്റീരിയൽസും ബേൺ ചെയ്തിട്ട് ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റായ ക്ലിങ്കർ ക്രഷ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സിമെൻറ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സിമെൻറ്റ് ആക്ട് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ഇൻ കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റിൽ സിമെൻ്റ് ആണ് എന്ത്? ബൈൻഡിങ് പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യുന്നത്. മറ്റൊരു ഇൻഗ്രീഡിയൻറ്റിനും ബൈൻഡിങ് പ്രോപ്പർട്ടി ഇല്ല. ദെൻ നമുക്ക് നോക്കാം കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി കോൺക്രീറ്റ്. അതായത് നമ്മൾ പറഞ്ഞു സിമെൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കാൽക്കേരിയസ് മെറ്റീരിയൽസും അതുപോലെ തന്നെ അർജിലേഷ്യസ് മെറ്റീരിയൽസും കിന്നിൽ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. അതായത് ബേൺ ചെയ്യുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ക്ലിങ്കർ കിട്ടും. പിന്നെ നമ്മൾ ആ ക്ലിങ്കർ ക്രഷ് ചെയ്തിട്ടാണ് നമുക്ക് സിമെൻറ്റ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ. ദെൻ അതായത് നമ്മൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിൽ ധാരാളമായിട്ടും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് ലൈം, സിലിക്ക, അലുമിന ആൻഡ് അയൺ ഓക്സൈഡ്സ് ആണ്. അപ്പോൾ ഈ ഓക്സൈഡ്സ് ഒക്കെ ഹൈ ടെമ്പറേച്ചർ, നമ്മൾ പറഞ്ഞ കിന്നിൽ ഹൈ ടെമ്പറേച്ചറാണെന്ന്. അപ്പോൾ ഈ കിന്നിൽ ഹൈ ടെമ്പറേച്ചറിൽ പരസ്പരം റിയാക്ട് ചെയ്തിട്ട് ഹയർ മോർ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ ഈ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാവുന്നത് എന്നതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് ഒക്കെ എന്ന് പറയുന്നത് വേരിയസ് പ്രൊപ്പോർഷനിലായിരിക്കും സിമെൻറ്റിൽ അടങ്ങിയിട്ടുണ്ടാവുക, അതായത് ക്ലിങ്കറിൽ അടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആ വേരിയസ് പ്രൊപ്പോർഷനിൽ തന്നെയാണ് സിമെൻറ്റിന് വേരിയസ് പ്രോപ്പർട്ടീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് ഏതൊക്കെ ഓക്സൈഡ്സ് ആണ് ഈ കാൽക്കേരിയസ് മെറ്റീരിയൽസും അതുപോലെ അർജിലേഷ്യസ് മെറ്റീരിയൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കാൽസ്യം ഓക്സൈഡ്. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് സിമെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെന്നാൽ 60 to 67% കാൽസ്യം ഓക്സൈഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സിലിക്ക ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 17 to 25% ആണ് സിമെൻറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ദെൻ അലുമിനിയം ഓക്സൈഡ് 3 to 8%. ദെൻ അയൺ ഓക്സൈഡ് 0.5 to 6%. ദെൻ മെഗ്നീഷ്യം ഓക്സൈഡ്
0.1 to 4%. Then another alkalis like K2O and Na2O എന്ന് പറയുന്നത് 0.4 to 1.3% ആയിരിക്കും കോമൺലി അടങ്ങിയിട്ടുണ്ടാവുക. ദെൻ സിലിക്ക അല്ല, സൾഫർ ഓക്സൈഡ് ആണ് ലാസ്റ്റ് കോമ്പൗണ്ട്. അത് അടങ്ങിയിട്ടുള്ളത് 1.3 to 3% ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഓക്സൈഡ്സിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാൽസ്യം ഓക്സൈഡ്സ് പറഞ്ഞില്ലേ, അപ്പോൾ സിമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? കാൽസ്യം ഓക്സൈഡാണ്. അതാണ് എന്ത് ചെയ്യുന്നത്? സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ് അത് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സിലിക്ക ഓക്സൈഡ്. അതെന്ന് പറയുന്നത് 70 to 25% ആണ്. അതാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ദെൻ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ സിമെൻറ്റിൻ്റെ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗീവ് കളർ ടു ദ സിമെൻറ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ ഫ്യൂഷൻ ഓഫ് ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്യൂഷനൊക്കെ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? അയൺ ഓക്സൈഡാണ്. ദെൻ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് കളറും അതുപോലെ ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ കോമൺലി റെസിഡ്യൂസ് ആണ്. ദെൻ സൾഫർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റിൻ്റെ സൗണ്ട്നെസ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൾഫർ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ടു എബോ ജിപ്സം ദാറ്റ് ഈസ് 1 to 3% ഈസ് ആഡഡ് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം. അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റിൽ ജിപ്സം ആഡ് ചെയ്യാറുണ്ട്. ജിപ്സം ആഡ് ചെയ്യുന്നത് കോമൺലി 1 to 3% ആണ്. സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിമെൻറ്റിലോട്ട് ജിപ്സം ആഡ് ചെയ്യുന്നത്. പല എക്സാമിൻസിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിൻസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ജിപ്സം എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് അത് ഇമ്പാർട്ട് ചെയ്യുന്നുള്ളത് എന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഡിഫറെൻറ്റ് ഓക്സൈഡ്സ് സിമെൻറ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിന്നിൽ ഹൈ ടെമ്പറേച്ചറിൽ വരുമ്പോൾ ഈ ഓക്സൈഡ്സ് പരസ്പരം റിയാക്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കോംപ്ലക്സ് കോമ്പൗണ്ട്സുകൾ ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ആ ഓക്സൈഡ്സ്, അതായത് ഈ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തുണ്ടാവുന്ന ഓക്സൈഡ്സുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് സിമെൻറ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓക്സൈഡ്സ് ഹൈ ടെമ്പറേച്ചറിന് സബ്ജക്റ്റ് ചെയ്തിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ബോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട്സിന് മേജറായിട്ടും ബോസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ വർക്ക് കൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അയാളാണ് ഇതിനെ മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ ബോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കോമൺലി 4 മേജർ ബോസ് കോമ്പൗണ്ട്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ട്രൈകാൽസ്യം സിലിക്കേറ്റ്. ഇവിടെ ഈ ടേബിളിൽ നോക്കിയാൽ കോമ്പൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഫോർമുലയും ഉണ്ട്. ഇത് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന അബ്രിവേറ്റഡ് ഫോർമുലൈസും ഉണ്ട്. അപ്പോൾ ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം അലുമിനേറ്റ്, ദെൻ ടെട്രാ കാൽസ്യം അലുമിനോഫെറേറ്റ്. ഈ 4 ബോസ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത്. അതായത് സിമെൻറ്റിനുള്ള ഓക്സൈഡ്സ് ഈച്ച് അതർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സുകളാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ബോസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമൺ 4 മേജർ കോമ്പൗണ്ട്സുകളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ഉണ്ട്, ഡൈകാൽസ്യം സിലിക്കേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്രൈകാൽസ്യം അലുമിനേറ്റ് ഉണ്ട്, ടെട്രാ കാൽസ്യം അലുമിനോഫിറേറ്റ്. അപ്പോൾ ഇതാണ് 4 മേജർ ബോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ ട്രൈകാൽസ്യം സിലിക്കേറ്റ് നമുക്ക് C3S എന്നുള്ളതിൽ ഡിനോട്ട് ചെയ്യാം. അത് 54.1% ആണ് സിമെൻറ്റിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ് സിമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ബോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് ഓക്സൈഡ്സുകൾ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സിൽ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ദാറ്റ് ഈസ് C3S ആണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അത് 54.1% അടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുമ്പോൾ C2S എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് 16.6% കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അനദർ കോമ്പൗണ്ട് ഈസ് ട്രൈകാൽസ്യം അലുമിനേറ്റ് and we can denoted it as C3A and it contains 10.8%. Then last compound is tetracalcium aluminoferrate. അതിന് ഡിനോട്ട് ചെയ്യുന്നത് C4AF എന്നാണ്. 9.1% ആണ്
അടങ്ങിയിട്ട് ഉള്ളത്. സിമെൻറ്റിൽ ഈ കോമ്പൗണ്ട്സുകൾ മാത്രമല്ല, ഇതാണ് മേജർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മൈനറായിട്ടും ചില മറ്റ് കോമ്പൗണ്ട്സുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അതിൻ്റെ പ്രോപ്പർട്ടീനെ ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കലീസൊക്കെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ്. ഇതിൽ തന്നെ ട്രൈക്കാൽസ്യം സിലിക്കേറ്റും ഡൈക്കാൽസ്യം സിലിക്കേറ്റും ആണ് മോസ്റ്റ്ലി സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് സ്ട്രെങ്ത്ത് ഇമ്പാർട്ട് ചെയ്യുന്നത് ട്രൈക്കാൽസ്യം സിലിക്കേറ്റും ഡൈക്കാൽസ്യം സിലിക്കേറ്റും ആണ്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടും കൂടി, അതായത് ട്രൈക്കാൽസ്യം സിലിക്കേറ്റും ഡൈക്കാൽസ്യം സിലിക്കേറ്റും കൂടി തന്നെ 70-80% സിമെൻറ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതാണ് മോസ്റ്റ്ലി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് കോമൺലി സ്ട്രെങ്ത് ഓഫ് ദി സിമെൻറ്റിനെ ഗ്രേറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ C3S അതായത് ട്രൈക്കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് മോഡേൺ സിമെൻറ്റിൽ അബൌട്ട് 45%, ഡൈക്കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് 25% ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ തന്നെ 70-80% ഓഫ് ദി സിമെൻറ്റിലും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ബോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹൈഡ്രേഷൻ ഓഫ് ദി സിമെൻറ്റ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. Anhydrous cement does not bind fine and coarse aggregate together. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, സിമെൻറ്റ് അതായത് കോൺക്രീറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രൈ മിക്സ് ചെയ്തത് അൺഹൈഡ്രസ് സിമെൻ്റ് ആണ്. അതായത് അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ല, വാട്ടർ ഇല്ല. അപ്പോൾ വാട്ടർ ഇല്ലാത്ത സിമെൻറ്റ് എന്ന് പറയുന്നത് കോസ് അഗ്രിഗേറ്റിനെയും ഫൈൻ അഗ്രിഗേറ്റിനെയും ഒരിക്കലും ബൈൻഡ് ചെയ്യില്ല. നമ്മൾ അതിന് അഡ്ഹസീവ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് വാട്ടറായിട്ട് മിക്സ് ചെയ്യണം. So, the chemical reaction that take place when cement is mixed with water is referred to as hydration. അപ്പോൾ സിമെൻറ്റും വാട്ടറും മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഹൈഡ്രേഷനിൽ സിമെൻറ്റും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്ട്സ് ഒക്കെ എന്ന് പറയുന്നത് സിമെൻറ്റിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഒക്കെ ഇമ്പാർട്ട് ചെയ്യുന്നതാണ്. ദെൻ all the four Bose compounds react with water to get hydrated. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓക്സൈഡ്സുകളൊക്കെ റിയാക്ട് ചെയ്തിട്ട് ബോസ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ബോസ് കോമ്പൗണ്ട്സ് ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് സിമെൻറ്റിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി. എല്ലാ ബോസ് കോമ്പൗണ്ട്സും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. Then C3S and C2S constituents nearly 75% of the cement, and hydration of these compounds are responsible for strength and hardening of the concrete. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രൈക്കാൽസ്യം സിലിക്കേറ്റും ഡൈക്കാൽസ്യം സിലിക്കേറ്റും ആണ് മോസ്റ്റ്ലി രണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ 70-80% സിമെൻറ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട്സിൻ്റെയും ഹൈഡ്രേഷൻ ആയിരിക്കും കൂടുതലായിട്ട് സിമെൻറ്റിൽ നടക്കുക നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ രണ്ട് അതായത് ട്രൈക്കാൽസ്യം സിലിക്കേറ്റിൻ്റെയും ഡൈക്കാൽസ്യം സിലിക്കേറ്റിൻ്റെയും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് മോസ്റ്റ്ലി സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഹാർഡനിങ് പ്രോപ്പർട്ടിയും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഹൈഡ്രേഷൻ ഓഫ് ദി സിമെൻറ്റ് എന്ന് പറയുന്ന കോമൺലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഹീറ്റ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സോതെർമിക് പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഈ ഫ്രഷ്ലി മിക്സ് ചെയ്ത കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വാക്വം ഫ്ലാസ്കിൽ ഇട്ട് വെച്ചാൽ ഡിഫറെൻറ്റ് ഇൻ്റർവൽസിൽ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ എടുത്താൽ തന്നെ നമുക്ക് ആ ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. അതായത് എക്സോതെർമിക് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. ഇനി എന്താ പറയണ്ടേ, സ്റ്റഡി ഞാൻ കണ്ടു കഴിഞ്ഞില്ല, ഇത്രേ പറയുള്ളൂ, തീരുന്നില്ല. The study and control of the heat of hydration become important in the construction of the okay. ഇതെന്തോ ഇതെടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, അപ്പോൾ ഗ്രേറ്റ്ലി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ മാസ് കോൺക്രീറ്റിങ്ങിനും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് കോൺക്രീറ്റിങ്ങും അണ്ടർ വാട്ടർ കോൺക്രീറ്റിലൊക്കെയാണ് നമ്മൾ കൂടുതൽ അതിന് ആവശ്യമായി വരുന്നത്. അതായത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹീറ്റ് ഓഫ് കോൺക്രീറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി മോസ്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മാസ് കോൺക്രീറ്റിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് ദി സിമെൻറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.